നമസ്കാരം. ഇന്ന് നമുക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതും PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതുമായ ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം രചിച്ചത്? രമണ മഹർഷി. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാൻ രമണ മഹർഷി. ശ്രീനാരായണ ഗുരു എവിടെയാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ആലുവ. ശ്രീനാരായണ ഗുരു വർക്കലയിൽ സമാധിയായത് ഏത് വർഷമാണ്? 1928. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ സ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് ആര്? നടരാജഗുരു. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി കുമാരനാശാൻ? പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദൻ. ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം? പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യൻ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൺസ. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ഇന്ദുലേഖ എന്ന നോവലിലെ നായകൻ മാധവൻ. തൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് ആദ്യം അച്ചടിക്കപ്പെട്ടത്? മലയാളം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച വർഷം 1913. അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെയും സദസ്യനാക്കുകയും ചെയ്ത കവി കുഞ്ചൻ നമ്പ്യാർ. പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് മാപ്പിള കലാപകാരികളും പട്ടാളവും ഏറ്റുമുട്ടൽ നടന്ന വർഷം 1921. ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിൻ്റെ കൈസർ-ഇ-ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരൻ രാജ രവിവർമ്മ. PN നാരായണപിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ്? രാജ രവിവർമ്മ. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയ ആദ്യ മലയാളി തിരുക്കൊച്ചി മന്ത്രിസഭയിലാണ് C. കേശവൻ. കൽപ്പാത്തി ശുചീന്ദ്രം സമരങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്തോച്ചാടനം. ഇത്രയുമാണ് ഇന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ.